ഹോം ലോൺ ഉള്ള അല്ലെങ്കിൽ ഹോം ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ഹോം ലോൺ എന്ന് പറയുന്നത് 25-30 വർഷത്തോളം ഉള്ള ഒരു ടെന്യൂറാണ് ആ ഒരു കാലാവധി ഉള്ളത്. അപ്പൊ ആ കാലാവധിക്കുള്ളിൽ തന്നെ നമ്മൾ അടയ്ക്കുന്നത് ഒരു ഭീമമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കോടി രൂപയുടെ ഒരു ഹോം ലോൺ ആണെന്ന് വിചാരിക്കുക. എന്റെ മന്ത്ലി ഇൻട്രസ്റ്റ് വരുന്നത് 8.5 ആണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ 30 വർഷം കൊണ്ട് ഞാൻ അത് അടച്ചു വരുമ്പോൾ ഏകദേശം 1,76,00,000 ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം പേ ചെയ്തിട്ടുണ്ടാവും. അപ്പം എങ്ങനെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ നമുക്ക് SIP ത്രൂ റിക്കവർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പ്ലാനാണ്. 1 കോടി രൂപയാണ് നിങ്ങളുടെ ഹോം ലോൺ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ നിങ്ങൾ ഒരു 7,500 രൂപയുടെ SIP കൂടി ഒരു 30 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ്, അതിന്റെ ഒപ്പം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ SIP വാല്യൂ എന്ന് പറയുന്നത് 2 കോടി രൂപയുടെ മുകളിലായിട്ടുണ്ടാവും. ഓക്കെ, 2,25,00,000 ബട്ട് ബെയർ മിനിമം 2 കോടി രൂപയുടെ എബോ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 1,76,00,000. അപ്പൊ അത് കഴിച്ച് ബാക്കി നിങ്ങളുടെ കയ്യിൽ 20-24 ലക്ഷം അല്ലെങ്കിൽ ബെയർ മിനിമം ഉണ്ടാവുന്ന ഒരു പ്ലാനാണ്. അപ്പം ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതിന് പകരം ഇവിടെ നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാൻ പറ്റി, തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റി. കാരണം നമുക്കറിയാം 1,76,00,000 എന്നൊക്കെ പറയുന്നത് എത്ര വലിയ ഒരു എമൗണ്ട് ആണ് എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് SIP വെച്ചിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും. സോ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പേഴ്സണൽ ഫൈനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം, അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.